സോണിയാഗാന്ധി പറഞ്ഞാൽ ഇവിടെയുള്ള കോൺഗ്രസുകാർക്കൊക്കെ പൊള്ളും. അത്തരത്തിലൊരു പരാമർശമാണ് ഇപ്പോൾ ജയറാം രമേശ് അമിത്ഷായ്ക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. 2002 ജനുവരിക്ക് ശേഷമല്ലേ അമിത്ഷാ ത്രിവർണ പതാകയെക്കുറിച്ച് അഭിമാനിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ അത് തെറ്റാകില്ല എന്നാണ് ജയറാം രമേശിന്റെ അഭിപ്രായം. 2002 ജനുവരി വരെ RSS ആസ്ഥാനത്ത് ത്രിവർണ പതാക കടത്താൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമിത്ഷായ്ക്ക് സോണിയാഗാന്ധി വിമർശിക്കാൻ യോഗ്യതയുണ്ടോ എന്നാണ് ജയറാം രമേശിന്റെ ചോദ്യം. ഭരണഘടനാ ശില്പി അംബേദ്കറെ പാർലമെന്റിൽ അപമാനിച്ചു. RSS ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്താൻ മടി കാണിച്ചു. അത്തരത്തിലൊരു പ്രസ്ഥാനമാണ് BJP. ആ BJPയുടെ പ്രത്യയശാസ്ത്രം പേറുന്ന വ്യക്തിയല്ലേ അമിത്ഷാ എന്ന് ജയറാം രമേശ്. വന്ദേമാതരം വിഷയത്തിൽ സോണിയാഗാന്ധിക്ക് രാജ്യത്തെ ജനങ്ങൾ മാപ്പ് നൽകില്ല എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. എന്തായാലും അതിന് എതിരെ രൂക്ഷ വിമർശനവുമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് എത്തിയിരിക്കുന്നത്. ഭരണഘടനാ ശില്പി അംബേദ്കറെ പാർലമെന്റിൽ അപമാനിക്കുകയും RSS ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്താൻ മടി കാണിച്ച പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രം പേറുന്ന വ്യക്തിയുമാണ് കോൺഗ്രസിനോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്നത്. ഇത് അദ്ദേഹവും യജമാനനും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ നടത്തുന്ന തന്ത്രമാണ് എന്നാണ് സാമൂഹിക മാധ്യമമായ എക്സിൽ ജയറാം രമേശിന്റെ പരിഹാസം. 2024 ഡിസംബർ 17 രാജ്യസഭയിൽ ഡോക്ടർ BR അംബേദ്കറെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അമിത്ഷാ സംസാരിച്ചു എന്നാണ് ജയറാം രമേശ് പറയുന്നത്. 2002 ജനുവരി വരെ സ്വന്തം പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനത്ത് രാജ്യത്തിന്റെ ത്രിവർണ പതാക ഉയർത്താൻ പോലും മടി കാണിച്ച പ്രത്യയശാസ്ത്രം, അതിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. സമാധാനപരമായി പ്രതിഷേധിച്ച ചെറുപ്പക്കാർക്ക് നേരെ ദില്ലി പോലീസ് അഴിച്ചുവിട്ട ക്രൂരതയ്ക്ക് നേരിട്ട് ഉത്തരവാദിയും ആരാണ്? അമിത്ഷാ തന്നെ. അദ്ദേഹമാണ് ഇപ്പോൾ കോൺഗ്രസിനോട് മാപ്പപേക്ഷ ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നത്. രാജ്യത്തെ ഇന്നത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് നേരിടുന്നതിൽ അദ്ദേഹത്തിനും യജമാനനും സംഭവിച്ച തോൽവിയിൽ ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് ഈ മാപ്പപേക്ഷ എന്നാണ് ജയറാം രമേശ് എക്സിൽ കുറിച്ചത്. കഴിഞ്ഞ ദിവസം ദില്ലിയിലെ AICC ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചതുമായി ബന്ധപ്പെട്ടുള്ളതാണ് പുതിയ വിവാദം. ആദ്യത്തെ 2 ചരണങ്ങൾ കഴിഞ്ഞും ഗാനം തുടർന്നു. സോണിയാഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഒക്കെ വിഷയത്തിൽ ഇടപെട്ടു. നമ്മൾ കണ്ടതാണ് ആ ദൃശ്യങ്ങളെല്ലാം. നിർത്താൻ പലതവണ സോണിയ ആവശ്യപ്പെടുന്നു, പക്ഷേ ഗാനം മുഴുവനായി പാടിത്തീർത്തു. സോണിയാഗാന്ധി ഗാനം നിർത്താൻ ആവശ്യപ്പെട്ടത് മുൻനിർത്തിയാണ് അമിത്ഷാ പരാമർശം നടത്തിയത്. സോണിയാജി, 140 കോടി ജനങ്ങൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്ത ഈ പാപത്തിന് ഈ രാജ്യത്തെ ജനങ്ങൾ മാപ്പ് തരില്ല. വന്ദേ മാതരം അപൂർണമായി അവസാനിപ്പിക്കുന്നത് ആർക്കെങ്കിലും സ്വപ്നം കാണാനെങ്കിലും കഴിയുമോ? കോൺഗ്രസുകാർക്ക് ലജ്ജ തോന്നേണ്ടതാണ്. അല്പമെങ്കിലും നാണം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അനശ്വരാത്മാവിനോടും ജനങ്ങളോടും കൈകൂപ്പി മാപ്പ് പറയണമെന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത്. എന്നാൽ അവിടെയാണ് RSS ആസ്ഥാനത്ത് ദേശീയ പതാകയെ കയറ്റിയില്ല, ദേശീയ പതാകയെ കയറ്റാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായ അമിത്ഷാ എന്ത് അടിസ്ഥാനത്തിലാണ് സോണിയാഗാന്ധിയെ വിമർശിക്കുന്നത് എന്ന് ജയറാം രമേശ് നെഞ്ചുരുകി ചോദിക്കുന്നത്. RSS ദേശീയ പതാകയേക്കാൾ സംഘടനയുടെ സ്വന്തം ഭഗവധ്വജത്തിന് പ്രാധാന്യം നൽകിയിരുന്ന സംഘടനാ പാരമ്പര്യമാണ് പിന്തുടർന്നു വന്നത്. അതോടൊപ്പം RSS പിന്നീട് പറഞ്ഞ ഔദ്യോഗിക വിശദീകരണം അന്നത്തെ ഫ്ലാഗ് കോഡിലെ നിയന്ത്രണങ്ങൾ കാരണം സംഘടനയുടെ ആസ്ഥാനത്ത് പതിവായി ത്രിവർണം ഉയർത്തിയില്ല എന്നതാണ്. എന്നാൽ ചരിത്രകാരന്മാർ പറയുന്നത് നിയമപരമായ നിയന്ത്രണം മാത്രം കാരണം 52 വർഷത്തെ ഇടവേള ഉണ്ടായതല്ല എന്നാണ്. 1980-2002 കാലത്ത് RSS ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്താതിരുന്നത് സംഘടനയുടെ ഭഗവധ്വജത്തോടുള്ള പരമ്പരാഗത പ്രാധാന്യവും അന്നത്തെ പതാക ചട്ടത്തെക്കുറിച്ചുള്ള RSSന്റെ നിലപാടും ചേർന്നതാണ്. 2002 ഫ്ലാഗ് കോഡ് മാറ്റങ്ങൾ വന്നതിന് ശേഷം ത്രിവർണം വീണ്ടും ഉയർത്തി. നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് 1950 ശേഷം 52 വർഷം ദേശീയ പതാക ഉയർത്തിയിരുന്നില്ല എന്നത് രേഖകളിലുണ്ട്. 1947 ഓഗസ്റ്റ് 15-നും 1950 ജനുവരി 26-നും RSS ആസ്ഥാനത്ത് ത്രിവർണ പതാക ഉയർത്തിയതായി RSS തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം 2002 ജനുവരി 26-നാണ് നാഗ്പൂർ ആസ്ഥാനത്ത് വീണ്ടും ഔദ്യോഗികമായി ദേശീയ പതാക ഉയർത്തിയത്. ഫ്ലാഗ് കോഡിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ദേശീയ പതാക ഉയർത്തുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. 2002 നിയമങ്ങൾ കൂടുതൽ ഇളവുള്ളതായപ്പോഴാണ് RSS ആസ്ഥാനത്ത് പതാക ഉയർത്താൻ തുടങ്ങിയത്. ഈ വിശദീകരണം വിവാദരഹിതമല്ല. ചില ചരിത്രകാരന്മാരും വിമർശകരും പറയുന്നത് ദേശീയ ദിനങ്ങളിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പതാക ഉയർത്തുന്നതിന് പൂർണ്ണമായ വിലക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് നിയമം കാരണം മാത്രം 52 വർഷം ഉയർത്തിയില്ല എന്ന RSS വിശദീകരണം പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം RSS ശാഖകളിൽ സാധാരണ ഭഗവധ്വജമാണ് സംഘടനയുടെ പതാകയായി ഉപയോഗിച്ചിരുന്നത്. അത് ദേശീയ പതാകയ്ക്ക് പകരമാണ് എന്ന RSS നിലപാടല്ല, സംഘടനയുടെ സ്വന്തം പതാകയാണ് എന്നാണ് RSS നൽകിയിരുന്ന വിശദീകരണം. എന്തായാലും ഇപ്പോൾ ഇതാണ് ജയറാം രമേശ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അമിത്ഷായെ താഴ്ത്തിക്കെട്ടാൻ വരുന്നത്. എന്തായാലും ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അവിടെ എങ്ങനെയെങ്കിലും ജയിക്കണമെന്നുള്ളത് ഇരു കക്ഷികളും ചിന്തിക്കുന്ന കാരണമാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ പരസ്പരം ചെളി വാരി എറിഞ്ഞ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നത് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഓരോ സംഗതിക്കും, അതായത് ഇപ്പോൾ വന്ദേമാതരം ആലപിക്കണോ വേണ്ടയോ എന്നുള്ളത് അവരവർ
അവരവരുടെ തീരുമാനമാണെങ്കിൽ പോലും അത് തുടരുമ്പോൾ അത് നിർത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ ഒരു രീതി അല്ല. അത് നിയമപ്രകാരം തെറ്റായിട്ടുമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന നിയമപ്രകാരം അത് തടയുന്നത് തെറ്റുമാണ്. ആ ഒരു അവസ്ഥയിലാണ്, ആ ഒരു സാഹചര്യത്തിലാണ് അമിത്ഷാ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. എന്നാൽ അതിനെ ബീറ്റ് ചെയ്യുന്ന വിധത്തിലാണ് ഇപ്പോൾ ആർ എസ് എസ് ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തിയില്ല എന്ന പരാമർശവുമായി ജയറാം രമേശ് എത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.